നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നീണ്ട 2.5 വർഷത്തെ കർശനമായ കോവിഡ് നിയമങ്ങൾക്കും മുൻകരുതൽ നടപടികൾക്കും ശേഷം UAE തിരിച്ചെത്തുകയാണ്. പകർച്ചവ്യാധി സമയത്ത് രാജ്യത്തെയും താമസക്കാരെയും സുരക്ഷിതമായി നിലനിർത്താൻ ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളും നീക്കുന്നതായി UAE സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. മാസ്ക് ധാരണമടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇളവുകൾ പുതിയ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നതാണ്. രാജ്യത്തെ ആശുപത്രികളിലെ തീവ്രപരിചരണ വിഭാഗങ്ങളിലെ COVID-19 ബാധിത കേസുകളുടെ എണ്ണം, ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികളുടെ നിരക്കും രാജ്യത്തെ കോവിഡ് വ്യാപനത്തിന്റെ തോതും ശ്രദ്ധാപൂർവ്വം വിലയിരുത്തിയതിനു ശേഷമാണ് രണ്ടാം ഘട്ട ഇളവുകൾക്ക് അംഗീകാരം നൽകിയതെന്ന് അധികൃതർ അറിയിച്ചു. നിലവിൽ UAE-യിലെ പ്രതിദിന കേസുകൾ 300-ൽ താഴെയാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ പുതിയ തീരുമാനപ്രകാരം ആരാധനാലയങ്ങളും പള്ളികളും ഉൾപ്പെടെ തുറന്നതും അടച്ചതുമായ എല്ലായിടങ്ങളിലും മാസ്ക് ധാരണം നിർബന്ധമില്ല. എന്നാൽ വേണമെന്ന് തോന്നുന്നവർക്ക് അവ ധരിക്കാമെന്നും ആരോഗ്യ ഉദ്യോഗസ്ഥർ അറിയിക്കുകയുണ്ടായി. എന്നിരുന്നാലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ഭിന്നശേഷിക്കാർക്കായുള്ള സ്ഥാപനങ്ങളിലും മാസ്ക് ധരിക്കുന്നത് നിർബന്ധമായി തന്നെ തുടരുകയും ചെയ്യും. പള്ളികളിലും പ്രാർത്ഥനാ സൗകര്യങ്ങളിലും പോകുന്നവർ പ്രാർത്ഥിക്കുന്നതിനായി തന്നെ വ്യക്തിഗത മാറ്റുകൾ കൊണ്ടുവരണമെന്ന നിബന്ധനയും ഒഴിവാക്കിയിരിക്കുകയാണ് അധികൃതർ. ഇത് ആവശ്യമുള്ളവർക്ക് കൊണ്ടുവരാവുന്നതാണ്. ഓൺലൈനായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുതിർന്ന സർക്കാർ വക്താവ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ പുതിയ പ്രഖ്യാപനം ഇന്ന് നവംബർ 7 തിങ്കളാഴ്ച രാവിലെ 6 മണി മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇതുവരെ കോവിഡ് ബാധിതനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനായി തന്നെ ഉപയോഗിച്ചിരുന്ന അൽഹുസൻ ആപ്ലിക്കേഷൻ ഇനി മുതൽ കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ പൂർത്തിയാക്കിയോ ഇല്ലയോ എന്നതിന് തെളിവായി മാത്രം പരിമിതപ്പെടുത്തുന്നതാണ്. കൂടാതെ രാജ്യത്തിനകത്തും പുറത്തും ആവശ്യമായ സമയങ്ങളിൽ PCR നെഗറ്റീവ് റിസൾട്ട് പരിശോധനയ്ക്കും ആപ്പ് ഉപയോഗിക്കുന്നതാണ്. പുതിയ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതു ഇടങ്ങളിൽ പ്രവേശിക്കുന്നതിന് അൽഹുസൻ ആപ്പിലെ ഗ്രീൻ പാസ് ആവശ്യം വരുന്നതല്ല. പ്രവേശനത്തിന് മുമ്പ് ഗ്രീൻ പാസ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന രീതിയും ഇന്നു മുതൽ ഇല്ലാതാവുന്നതായിരിക്കും. അതേസമയം കോവിഡ് പോസിറ്റീവ് കേസുകൾക്കുള്ള 5 ദിവസത്തെ ഐസൊലേഷൻ കാലയളവ് നിബന്ധന തുടരുന്നതാണ്. ആരോഗ്യ സൗകര്യങ്ങളിലെ COVID-19 PCR പരിശോധന തുടർന്നും പ്രവർത്തിക്കുമെന്നും നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. ദേശീയ പ്രാദേശിക തലങ്ങളിൽ കായിക ഇവന്റുകളും പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ സ്പോർട്സിന്റെ സ്വഭാവവും രീതിയും മറ്റും പരിഗണിച്ച് കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റോ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ ആവശ്യപ്പെടാനാവുമെന്നും അധികൃതർ അറിയിച്ചിരിക്കുന്നു. അങ്ങനെ കോവിഡ് മഹാമാരിയെ ചെറുക്കുന്നതിനുള്ള കർശനവും സുതാര്യവും പ്രൊഫഷണലിസത്തിൽ ഊന്നിയതുമായ നടപടികളിലൂടെ ആഗോളതലത്തിൽ കോവിഡിനെതിരെ മികച്ചതും മാതൃകാപരവും പ്രതിരോധം തീർത്ത രാജ്യമായി UAE മാറിയ കാര്യം അധികൃതർ ചൂണ്ടിക്കാട്ടി. കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം എടുത്തുകളഞ്ഞെങ്കിലും പകർച്ചവ്യാധികളെ തടയുന്നതിനായി രാജ്യം നടപ്പിലാക്കി വരുന്ന പനിയും ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾക്കുമുള്ള ദേശീയ നിരീക്ഷണ പരിപാടിയിൽ COVID-19 കൂടി ഉൾപ്പെടുത്തിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബാക്ടീരിയ, വൈറസ് എന്നിവ മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് ശാസ്ത്രീയ ഗവേഷണവും ജനിതക പഠനങ്ങളും തുടരുന്നതാണ്. അതോടൊപ്പം ഭാവിയിൽ ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ പാകത്തിൽ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.